ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചോദ്യ പേപ്പറുകൾ ചോരാനുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിനായിട്ട് CBSE ഇപ്പോൾ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഒരു പരീക്ഷ നടക്കുന്നതിന് മുമ്പായിട്ട് അതിനുള്ള ചോദ്യ പേപ്പറുകൾ അച്ചടിക്കും. ശേഷം അത് വ്യത്യസ്ത സെൻറ്ററുകളിലേക്ക്, എവിടെയാണോ പരീക്ഷകൾ നടക്കുന്നത് അത് സെൻറ്ററുകളിലേക്ക് അത് കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോൾ CBSE ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സംവിധാനം വഴി ആ ഒരു പരീക്ഷ നടക്കുന്നതിൻ്റെ 30 മിനിറ്റ് മുമ്പ് മാത്രമേ ആ ഒരു ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവത്തിലേക്കാണ് CBSE വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു 30 മിനിറ്റ് മുമ്പ് ഡൗൺലോഡ് ചെയ്ത ചോദ്യ പേപ്പർ അപ്പോൾ തന്നെ പ്രിൻ്റ് ചെയ്തിട്ട് അതത് ക്ലാസ് റൂമുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ ഒരു ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതിന് ബയോമെട്രിക് ഡാറ്റ വരെ ആക്സസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നുകിൽ ആധാർ കാർഡുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചിട്ട്, അതല്ലെങ്കിൽ നമ്മളുടെ ഫിംഗർ പ്രിൻ്റ്, ആരാണോ അതിന് അധികാരിയായിട്ടുള്ള ആ ഒരു ആൾ, അയാളുടെ ഫിംഗർ പ്രിൻ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമേ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒപ്പം ആരാണോ ഡൗൺലോഡ് ചെയ്തതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ആ ഒരു CBSEയുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇത് ചോർന്നു കഴിഞ്ഞാൽ 30 മിനിറ്റിന് മുമ്പ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെയുള്ള നടപടിക്ക് അത് വളരെയധികം എളുപ്പമാക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംവിധാനം വരുന്നത് വഴി ഈ ഒരു ചോദ്യ പേപ്പറിൻ്റെ ചോർച്ച അത് വളരെ നല്ല രീതിയിൽ തന്നെ തടയുന്നതിനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് CBSE മൈക്രോസോഫ്റ്റുമായി കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. സോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാര്യം തന്നെയാണ് CBSE കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേ ഒരു സംഭവം തന്നെ നമ്മളുടെ കേരളത്തിൽ SSLC ബോർഡ്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ബോർഡൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2005 SSLC എക്സാം എഴുതുന്ന സമയത്ത് 2 പരീക്ഷ ഇതുപോലെ തന്നെ ചോദ്യ പേപ്പർ ചോർന്നതിൻ്റെ ഭാഗമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ആ ഒരു മാർച്ച് മാസം കഴിഞ്ഞ് വിഷുവിൻ്റെ അടുത്തത് 2 ദിവസങ്ങളിലായിരുന്നു എനിക്ക് ആ ഒരു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു എക്സാം എഴുതുന്ന ആൾക്ക് ഇത്തരത്തിൽ ചോദ്യ പേപ്പർ ചോർന്നിട്ട് പരീക്ഷ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ദെൻ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കൺ എനേബിൾ വയ്ക്കാം. കൂടാതെ ഇത്തരം വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.